Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. Prayer പറഞ്ഞോ ട്ടോ. Prayer prepared ആണോ? Okay, ma'am, ഞാൻ പറയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് അടിയങ്ങളെ പ്രവേശിപ്പിക്കാതെ പിന്നെയോ ദുഷ്ടയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. Okay. Signing and sort of the day. തോട്ടിനെ പറയാം മാം. Okay. Arguing with a stupid people like trying to kill the mosquito on your tree. You may or may not kill it, but you will slap yourself. Dr. APJ Abdul Kalam. Thank you all. Okay. Then നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ അല്ലേ? ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. ജസ്റ്റ് ഒന്നും കൂടെ ഇത് കൗണ്ട് ചെയ്യാം. അതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ക്ലാസ് എടുത്തതിന്റെ പോയിന്റ്സ് ഞാൻ ചോദിക്കുമ്പോൾ ആൻസർ ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഫസ്റ്റ് മോണ്ടിസോറി സ്കൂൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് എവിടെയായിരുന്നു? മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെയായിരുന്നു? ഇറ്റലി. ഇറ്റലി. ആ പ്ലേസിന് ഒരു പേരുണ്ടായിരുന്നില്ലേ? അതെന്താണ്? സാൻ ലോറൻസോ. ഓക്കെ, സാൻ ലോറൻസോ. സ്കൂളിന്റെ നെയിം എന്തായിരുന്നു? കാസ ഡി ബാബിൻ. എന്താ മാം? മീനിങ് ചിൽഡ്രൻസ് ഹൗസ്. ഓക്കെ, ചിൽഡ്രൻസ് ഹൗസ് അതാണ് കറക്റ്റ് മീനിങ്. ഇൻ ദ ഇയർ ഏത് ഇയറിലായിരുന്നു? 1907. 1907 ആണ്. ഓക്കെ, നമ്മുടെ ടീച്ചിങ് ചൈൽഡ് സെന്റേർഡ് ഒരു അപ്രോച്ച് ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തത്. ഓട്ടോ എഡ്യൂക്കേഷൻ അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്നും എക്സ്പീരിമെന്റേഷനിൽ നിന്നും ഒബ്സർവേഷനിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന മോണ്ടിസോറി മെത്തേഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് അല്ലെ? ഓക്കെ, അതിൽ ഡിസ്കവറീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ? സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തു മാം. മെന്റൽ കോൺസെൻട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് ഫുള്ളി പറഞ്ഞു. ഇനി ലവ് ഓഫ് റിപ്പറ്റീഷൻ അല്ലേ ഉള്ളൂ? ലവ് ഓഫ് റിപ്പീറ്റേഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? അപ്പോ ഒരുപാട് ഡിസ്കവറീസ് മോണ്ടിസോറി കാസ ഡി ബാബിനിൽ നിന്ന് ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മെത്തേഡിന് ഒത്തിരി ബെനിഫിഷ്യൽ ആയിരുന്നു ഈ ഓരോ ഡിസ്കവറീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് മെന്റൽ കോൺസെൻട്രേഷൻ ആണ്. ഒരു 3 years ഏജ് മുതൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് മോണ്ടിസോറി തിരിച്ചറിഞ്ഞത് ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നായിരുന്നു. ഒരു കുട്ടി നോബൽ സിലിണ്ടേഴ്സ് എത്ര ടൈംസ് ആ കുട്ടി വർക്ക് ചെയ്തത് ഓർമ്മയുണ്ടോ? എത്രയോ ടൈംസ് റിപ്പീറ്റ്ലി ആ ഒരു മോണ്ടിസോറി മെറ്റീരിയൽ വർക്ക് ചെയ്തു. ആ കുട്ടി മറ്റു ഡിസ്റ്റർബൻസ്, അവരുടെ ചുറ്റും നടക്കുന്ന ഒരു ഡിസ്റ്റർബൻസും അവനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ആ ഒരു വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അവൻ റിലാക്സ് ചെയ്തത്. അത് എത്ര ടൈംസ് ആയിരുന്നു? 42 ടൈംസ് ആണ്. 42 ടൈംസ് ആണ് ആ ഒരു
മെറ്റീരിയൽ ആ ഒരു കുട്ടി വർക്ക് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് ലവ് ഓഫ് റിപ്പീറ്റേഷൻ ആണ്. മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ആ മെറ്റീരിയൽസ് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും ഉണ്ടാവും. ലവ് ഓഫ് റിപ്പീറ്റേഷൻ, റിപ്പീറ്റ്ലി നമുക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് റിവലേഷൻ മെയ്ഡ് ബൈ ദ ചിൽഡ്രൻ ത്രൂ their automatic work was need to repeat the same exercise, same things again and again. Again and again ചെയ്യാനായിട്ട് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും. അതിനെ കുറിച്ചിട്ട് മോണ്ടിസോറി ദ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് അവര് വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ ഈ ലവ് ഓഫ് റിപ്പീറ്റേഷൻ എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ടൈം മോണ്ടിസോറി എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലൈഫില് നിങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോഴായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ ടൈമിൽ നമുക്ക് ഈ മെറ്റീരിയൽസിനോട് നമുക്കൊരു റിപ്പീറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നൊരു ഒരു ഇൻട്രസ്റ്റ് അത് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ലവ് ഓഫ് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ നിങ്ങൾ പിൻടവറൊക്കെ ചെയ്തിട്ടില്ലേ എല്ലാവരും? ഓക്കെ, കുഞ്ഞു കുട്ടികൾ ആർക്കൊക്കെ ഉള്ളത്? ആര്യ ചെയ്തിട്ടുണ്ടാടാ? ആര്യയുടെ ഡീറ്റെയിൽ ചെയ്തില്ലേ? ഇല്ല മാം, ഞാൻ ഇപ്പം ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇരിക്കുവാണ്, സുഖമില്ലായിരിക്കാണ്. അപ്പം ഉടനെ അവരെ 1 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരത്തേന് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പോ കുട്ടിക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തവർക്കറിയാം കുട്ടികൾ അത് ചെയ്യാൻ ഭയങ്കര താല്പര്യം കാണിക്കാറുണ്ട് ഇല്ലേ? കുഞ്ഞു കുട്ടികളുള്ള അമ്മമാരില്ലേ ഇവിടെ? ഉണ്ട് മാം, അംഗൻവാടിയിലൊക്കെയാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, അത് അവര് ചെയ്യുന്നുണ്ട്. അംഗൻവാടിയിൽ എന്തും ചെയ്യണ്ടോ? അംഗൻവാടിയിലുണ്ട് ഇത്. പിൻടവറോ? അതെ അതെ. ആണോ? അതെ. ആണോ? അതെങ്ങനെയാ മോണ്ടിസോറി മെത്തേഡ്സ് അല്ലെങ്കിൽ ടീച്ചർ മോണ്ടിസോറി? അവരിങ്ങനെ അടുക്കി അവര് അങ്ങനെ ചെയ്യുന്നു. അല്ലാതെ മോണ്ടിസോറി മെത്തേഡിലല്ല പഠിപ്പിക്കുന്നത്. അവരിങ്ങനെ അടുക്കി ടോയ്സ് ഇങ്ങനെ കളിക്കാൻ കൊടുക്കുമ്പോൾ അടുക്കി ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മെറ്റീരിയൽ അല്ലല്ലോ? അല്ല. കുട്ടികൾക്ക് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസിനോട് പ്രത്യേക ഇഷ്ടം ഈ കുട്ടികൾക്ക് ഉണ്ടാവും. അവർക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനായിട്ട് തോന്നും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് വളരെ താല്പര്യമായിരിക്കും. നമ്മളുടെ വീട്ടിൽ ബാക്കി എത്ര ടോയ്സ് ഉണ്ടെങ്കിലും നമ്മുടെ മെറ്റീരിയലിനോട് പ്രത്യേക ഒരു ഇഷ്ടം അവർക്ക് ഉണ്ടാവും. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോ ഇത് പറയുന്നത് കുട്ടികൾക്ക് അവർക്ക് ആ ലവ് ഓഫ് റിപ്പീറ്റേഷൻ വളരെ ഇഷ്ടമാണ്. ഈ വർക്ക് മെറ്റീരിയൽസും കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് എന്താണ് ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളായിരിക്കും. വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് അവർക്ക് നല്ലൊരു താല്പര്യമായിരിക്കും നമ്മുടെ മെറ്റീരിയൽസ്. അപ്പം ഇപ്പൊ പിൻടവർ ആയാലും ഇപ്പൊ ഈ കുട്ടി ഞാൻ പറഞ്ഞില്ലേ മെന്റൽ കോൺസെൻട്രേഷന്റെ കേസിൽ ആ കുട്ടി എത്ര ടൈംസ് ആണ് ആ ഒരു വർക്ക് ചെയ്തു എന്ന് പറഞ്ഞത്? 42 ടൈംസ് ആണ്. അവൻ ആ ലവ് ഓഫ് റിപ്പീറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് അത് വർക്ക് ചെയ്ത് റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചത്. അപ്പൊ ആ ഒരു എക്സാമ്പിളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടികൾക്ക് ലവ് ഓഫ് റിപ്പീറ്റേഷൻ ഉണ്ട്. റിപ്പീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു ഇന്റൻസ് അല്ലെങ്കിൽ ആ ഒരു താല്പര്യം കൂടുതലാണ്. ഒരാളൊന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്യൂ ലവ് ഓഫ് റിപ്പീറ്റേഷൻ. റീഡ് ചെയ്തോടാ. Love of repetition. The second revelation made by children through their automatic work was the need to repeat the same thing again and again. It is through repetition that real development occurs afterwards. In The Secret of Childhood, Maria Montessori wrote about how she taught the children to wash their hands and observed that the children would go on to wash even after they were cleaned. Okay. ഈ ലവ് ഓഫ് റിപ്പീറ്റേഷനെ കുറിച്ചിട്ട് മോണ്ടിസോറി സീക്രട്സ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന മോണ്ടിസോറിയുടെ ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ കുട്ടികളെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഹാൻഡ് വാഷ് ചെയ്യാൻ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കും അല്ലെ?
ഇപ്പൊ ഈവൻ ഇഫ് കുട്ടികളുടെ ഹാൻഡ് ക്ലീൻ ആണെങ്കിൽ പോലും അവർ ഓട്ടോമാറ്റിക്കലി ഈ വീക്ക്ലി ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്യും, ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് പോകും. ക്ലീൻ ആണെങ്കിൽ പോലും അവർ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യും. ഓക്കെ, നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ അത് നമ്മളുടെ ലൈഫിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാറും അല്ലെ. നമ്മുടെ ലൈഫിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറും നമ്മളൊരു കാര്യം റിപ്പീറ്റ്ലി ചെയ്യാണെങ്കിൽ. ജസ്റ്റ് പറയും 21 days ഒറ്റ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഫോളോ ചെയ്യുന്ന പറയുന്നേ, കേട്ടിട്ടുണ്ടോ? ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മളുടെ കാര്യത്തിൽ ഞാൻ പറയാം. ആർക്കൊക്കെ ഇവിടെ പത്രം വായിക്കുന്ന ശീലമുണ്ട്? ഒരാളുണ്ട്, ഷിജനാസ് ഉണ്ട്. ഓക്കെ, ഈ പത്രം വായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്ഥിരമായിട്ട് പത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പത്രം വായിച്ചില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നുവെച്ചാല് അവര് ആ ഒരു ആക്ടിവിറ്റി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ശീലമായ ടൈം ആകുമ്പോൾ നമ്മള് ന്യൂസ് വായിക്കണം. അല്ലെങ്കിൽ നമ്മള് ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാണ്. ഇപ്പൊ നടക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ സമയം ആകുമ്പോൾ, നാളെ ഇപ്പൊ മഴയാണെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കും. നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആയി നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്ത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആവാണ്. ഈ ലവ് ഓഫ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളുടെ കാര്യത്തില് അവർക്കൊരു വർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കൂടുതലായിരിക്കും. പിന്നെ ഈവൻ ഇഫ് അവരത് ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു ഹാബിറ്റിന്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, ലവ് ഓഫ് റിപ്പീറ്റേഷൻ മനസ്സിലായോ? ഇവിടെ മോണ്ടിസോറി മെറ്റീരിയലിന്റെ മാത്രം പ്രത്യേകതയാണ്. ചിലപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് ക്ലിക്ക് ആവില്ല. പക്ഷെ നിങ്ങൾ ആ മെറ്റീരിയൽസും കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരും. മിസ് പറഞ്ഞല്ലോ, ഇത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് ആണ്, എനിക്ക് തോന്നുന്നുണ്ട് വീണ്ടും വീണ്ടും ചെയ്യാന്നൊക്കെ. ഓക്കെ, ഇനി നിങ്ങൾ ആരെങ്കിലും മോണ്ടിസോറി സ്കൂൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മോണ്ടിസോറി സ്കൂൾ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ ഇനി കാണിക്കുന്നത് ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ ഇമേജ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതില് നിങ്ങൾ എന്തൊക്കെ പ്രത്യേകതകളാ കാണുന്നതെന്ന് പറയണം കേട്ടോ. നമ്മുടെ നോർമൽ ക്ലാസ് റൂമിനേക്കാൾ എന്താണ് എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കാണുന്നതെന്ന് പറയാമോ? മെയിൻ ആയിട്ട് ബുക്കും പെൻസിലും. എന്താണ്? ബ്രൗൺ സ്റ്റെയർ അല്ലടാ. ഓക്കെ, ബ്രൗൺ സ്റ്റെയർ മെറ്റീരിയൽസും കാര്യങ്ങളും കാണാറുണ്ട്. കുട്ടികളെ കുറിച്ചിട്ട് ബുക്കില്ല എഴുതാനുള്ള ബുക്ക്. ഓക്കെ, വേറെ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലെ? ഓരോരുത്തരും ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി, അവരുടേതായ ചോയ്സ് ആണ് അവർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേറെ എന്താ ഡിഫറൻസ്? ടീച്ചർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കുട്ടികളോട് ഇടപെടുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ടീച്ചർ ആവശ്യമുള്ളവരെ മാത്രമാണ് ഗൈഡ് ചെയ്യുന്നത്. ഫ്രണ്ട്ലി ആയിട്ടാണ്. എല്ലാവരിലും ഒരു സൂപ്പർവിഷനും കാര്യങ്ങളും ഇല്ല. എല്ലാവരും ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാണ്. അത് ഫീൽ ചെയ്യും. കോൺസെൻട്രേറ്റഡ് ആണ് ചെയ്യുന്ന കാര്യത്തില്. എന്താണ്? അവർ ചെയ്യുന്ന കാര്യത്തിൽ ഫുൾ കോൺസെൻട്രേറ്റഡ് ആണ് കുട്ടികൾ. അതെ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും കുട്ടികൾ അവരുടെ വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഓക്കെ, പിന്നെ രീതിയിൽ അവര് വർക്ക് ചെയ്യും. അതെ, സൈലൻസ് ഉണ്ട് അല്ലെ? നല്ല സൈലന്റ് ആയിട്ട് തന്നെയാണ് കുട്ടികൾ ഇരിക്കുന്നത്. നമ്മളിനി മെറ്റീരിയൽസിന്റെ ഒക്കെ കാര്യങ്ങളിലേക്ക് വരാം. എങ്ങനെയാണ് അതിന്റെ ഓർഡർ ഒക്കെ? കറക്റ്റ് ഓർഡറിലാണ് ഇരിക്കുന്നത് എല്ലാ മെറ്റീരിയൽസും. എന്ന് വെച്ചാല് എല്ലാം ഒരു പ്ലേസിൽ അതിന്റെ കറക്റ്റ് ഓർഡറിലൊക്കെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്? ഉണ്ട്, ബ്രൗൺ സ്റ്റേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ നോബിൾ സിലിണ്ടർ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ക്രയോൺസും കാര്യങ്ങളൊക്കെ സൈഡിലായിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ ഓർഡർ ഉണ്ട്. അവിടെ ഇവിടെ ഒന്നും ചിതറി കിടക്കുന്നൊന്നുമില്ല അല്ലെ?
Okay. അത് ഒരു ലവ് ഓഫ് ഓർഡർ ആണ്. അത് നമ്മള് ടീച്ചേഴ്സോ അല്ലെങ്കിൽ ട്രെയിനേഴ്സോ കുട്ടികളിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതല്ല. ഇത് ഓട്ടോമാറ്റിക്കലി കുട്ടികളിൽ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർക്ക് വരുന്ന ഒരു ക്യാരക്ടറാണ് ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. ഈ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുട്ടികൾ തന്നെയാണ്. അവർ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ മെറ്റീരിയൽസും കാര്യങ്ങളും അതിൻ്റെതായ പ്ലേസിൽ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അവർ തനിയെ തന്നെയാണ് ഈ ഒരു ലവ് ഓഫ് ഓർഡർ അവരുടെ ഈ ഒരു ക്ലാസ് റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ടീച്ചേഴ്സ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റേഴ്സ് ചെയ്യുന്നതല്ല. കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണത്. പിന്നെ അവർ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. എല്ലാ കുട്ടികളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, അല്ലെ? എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലേ ചെയ്യുന്നത്? എല്ലാരും ഡിഫറെന്റ് ആയിട്ടുള്ള ആണ് ചെയ്യണത്, ഓരോ ആക്ടിവിറ്റീസ് അല്ല. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ പ്രത്യേകത കാണുന്നത് ഓപ്പൺ ഷെൽഫുകൾ കണ്ടോ നിങ്ങള്? ഒരുപാട് ഹൈറ്റിലൊന്നല്ല ഇവിടുത്തെ ഷെൽഫുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളാണ്. കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഷെൽഫുകളാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കുട്ടികൾക്ക് അവരൊരു ഫ്രീഡം ഉണ്ട്. ഏതൊക്കെ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യണം, ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഫുൾ ഫ്രീഡം നമുക്ക് ആർക്ക് കൊടുക്കുന്നുണ്ട്? നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഓപ്പൺ ഷെൽഫ്. ഓക്കെ, ഇനി മെറ്റീരിയൽസും കാര്യങ്ങളും വർക്ക് ചെയ്യുമ്പോൾ അവർ പോയി അത് സെലക്ട് ചെയ്യുന്നു, അത് വർക്ക് ചെയ്യുന്നു, അത് തിരിച്ച് അവർ തന്നെ റീപ്ലേസ് ചെയ്യാണ്. മേ ബി ആദ്യമായിട്ടൊരു കുട്ടി ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ആദ്യം ഒരു ചെറിയ അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? നല്ല രസമുണ്ട് നല്ലവരുടെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കും. ആദ്യം ചിലപ്പോൾ അവന് അറിയില്ലായിരിക്കും. വർക്ക് ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയൽസും കാര്യങ്ങളും അവരുടെ ടേബിളിൽ ഉപേക്ഷിച്ച് ചിലപ്പോ പോകും ഫസ്റ്റ് ഡേ. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ ഒബ്സർവ് ചെയ്യും. ബാക്കി കുട്ടികളെല്ലാവരും എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു, ആ മെറ്റീരിയൽസും കാര്യങ്ങളും തിരിച്ച് അതിന്റെ പ്ലേസിൽ, കറക്റ്റ് പ്ലേസിൽ തിരിച്ചു വെക്കുന്നു. അപ്പൊ അവൻ ഓട്ടോമാറ്റിക്കലി അവരെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. ഓട്ടോമാറ്റിക്കലി അവനും ആ ഒരു വർക്കും കാര്യങ്ങളും കണ്ടിന്യൂസ്ലി അവൻ എങ്ങനെയാണോ മറ്റുള്ളവർ ചെയ്യുന്ന അതേപോലെ തന്നെ അവന്റെ വർക്ക് കഴിഞ്ഞു ആ മെറ്റീരിയൽസ് കാര്യങ്ങളും തിരിച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് അവൻ തുടങ്ങും. ഓക്കെ, ദെൻ ഒരുപാട് കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഈ ഫിക്സഡ് ആയിട്ടുള്ള പ്ലേസും കാര്യങ്ങളും ഉണ്ടോ കുട്ടികൾക്ക്? ഇല്ല, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഇരിക്കാൻ തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ടെസ്റ്റിലേക്ക് വരാം. നമ്മൾ ഇന്ന് നോക്കുന്ന പോയിന്റ് ആണ് ലവ് ഓഫ് ഓർഡർ. ഓക്കെ, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ചിൽഡ്രൻസ് വാസ് ഡിറ്റക്റ്റഡ് ബൈ ചാൻസ്. ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ടീച്ചർ മോണ്ടിസോറി ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇൻ ഏർലി മോണ്ടിസോറി ക്ലാസ് റൂം, ആദ്യമൊക്കെ മോണ്ടിസോറി ക്ലാസ് റൂമില് ടീച്ചർ ആയിരുന്നു ഈ മെറ്റീരിയൽസ് എന്ത് ചെയ്യും? ബിഗിനിങ്ങിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മെറ്റീരിയൽസും കാര്യങ്ങളും ഓരോ കുട്ടിക്കും ഓരോ മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ദെൻ ടീച്ചർ തന്നെ എന്ത് ചെയ്യും? അത് കളക്ട് ചെയ്ത് അത് എല്ലാ ക്ലാസ് കഴിയുമ്പോൾ മെറ്റീരിയൽസും കാര്യങ്ങളും കളക്ട് ചെയ്യുമായിരുന്നു. ആദ്യമായിട്ട് ഫസ്റ്റ് കാസാദി ബാബിനിയില് അങ്ങനെയായിരുന്നു. ആദ്യം മെറ്റീരിയൽസ് ബിഗിനിങ്ങില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എന്നിട്ടാകുമ്പോൾ അത് കളക്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ദെൻ ഹവർ പിന്നെ അത് എന്താണ്, ഈ കുട്ടികള് ഒരു ഇൻസിഡന്റ് സംഭവിച്ചവിടെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി നോക്കുമ്പോൾ ഈ കുട്ടികള് ടീച്ചറിങ് മെറ്റീരിയൽ എടുക്കുന്നതും തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നതും ആര് ഒബ്സർവ് ചെയ്യുന്നുണ്ട്? കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി പിന്നൊരു ഇൻസിഡന്റ് സംഭവിച്ചു എന്ന് പറയുന്നത് ഞാൻ പറയാം. ഒരു ദിവസം നമ്മളുടെ മോണ്ടിസോറി അന്നത്തെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോയ സമയത്ത് അവിടെ ഷെൽഫിലാണ് ഈ മെറ്റീരിയൽസും കാര്യങ്ങളും ലോക്ക് ചെയ്ത് വെക്കുന്നത്. ടീച്ചർ എന്തെങ്കിലും ഫസ്റ്റ് തന്നെ ഈ മെറ്റീരിയൽസും കാര്യങ്ങളും കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് ക്ലാസ് കഴിയുമ്പോൾ കളക്ട് ചെയ്ത് തിരിച്ച് ഷെൽഫിൽ വെച്ച് അത് ലോക്ക് ചെയ്തിട്ടായിരുന്നു പോയിരുന്നത്. പക്ഷെ ഒരു ദിവസം ടീച്ചർ എന്ത് ചെയ്തു? ഈ ലോക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി. ഈ മെറ്റീരിയൽസും കാര്യങ്ങളും ഷെൽഫിൽ വെച്ച് ലോക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പോ പിറ്റേ ദിവസം ടീച്ചർ വരാനായിട്ട് ഒത്തിരി ലേറ്റുമായി. കുട്ടികൾ വന്ന സമയത്ത്
എന്താണ് കുട്ടികൾ ഷെൽഫ് ഓപ്പൺ ആയി കിടക്കുന്നത് കണ്ടു, ടീച്ചർ വന്നിട്ടില്ല. കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ഓരോന്ന് സെലക്ട് ചെയ്ത് എന്ത് ചെയ്തു, വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ടീച്ചർ വന്നപ്പോ കാണുന്നത് എല്ലാ കുട്ടികളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ കുട്ടികളും അവരവർ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന. ടീച്ചർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി. ടീച്ചർ പറഞ്ഞു, നിങ്ങൾ എന്റെ മെറ്റീരിയൽസ് മോഷ്ടിച്ചോ എന്നൊക്കെ ചോദിച്ച് കൂടുതലായിട്ട് കുട്ടികളോട് ചോദിക്കുകയൊക്കെ ചെയ്തു. ടീച്ചർ ഭയങ്കര വിഷമമൊക്കെ ആയി, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ മോണ്ടിസോറി ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ചപ്പോ മോണ്ടിസോറി രണ്ട് കൂട്ടരെയും എന്ത് പറഞ്ഞില്ല, വഴക്കൊന്നും പറഞ്ഞില്ല. ടീച്ചറിനെയും ഒന്നും പറഞ്ഞില്ല, കുട്ടികളെയും ഒന്നും പറഞ്ഞില്ല. മോണ്ടിസോറി അതിൽ നിന്നൊരു കാര്യം ഡിസ്കവർ ആണ് ചെയ്തത്. നമ്മളുടെ മോണ്ടിസോറി മെത്തേഡിന് തന്നെ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി, ഫ്രീഡം ഓഫ് ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്യാനായിട്ട് ഇടയായി. ഓക്കെ, കുട്ടികൾക്ക് ആ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കണമായിരുന്നു. മോണ്ടിസോറിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ചെറിയ മിസ്റ്റേക്കിനല്ല, മോണ്ടിസോറി മനസ്സിലാക്കി കുട്ടികൾ കേപ്പബിൾ ആണ്, അവർക്ക് വേണ്ട മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനായിട്ട്. ആ ഒരു കാര്യം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണമായിരുന്നു. ആ ഒരു ഡിസ്കവറിക്ക് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ ഓപ്പൺ ഷെൽഫുകൾ കൊണ്ടുവന്നത്. കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഓപ്പൺ ഷെൽഫുകൾ എന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്തത്. പിന്നീട് നമുക്ക് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് അവിടെ നിന്ന് സെലക്ട് ചെയ്യാനും അത് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനും അവർക്ക് പറ്റും. ഓക്കെ, അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഡിസ്കവറി ആയി മാറാണ് ചെയ്യുന്നത്. അപ്പോ ഈ രണ്ട് ഇൻസിഡന്റ്, ഈ ലവ് ഓഫ് ഓർഡറും ഫ്രീഡം ഓഫ് ചോയ്സും കൂടി ഞാൻ ഒരുമിച്ച് പറയാം. ശരിക്കും പറഞ്ഞാല് ഇത് ഒരു ചാൻസ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തതാണ്. ഈ കുട്ടികള് നമ്മളിപ്പോ മെറ്റീരിയൽസ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് ക്ലാസ്സിന്റെ എൻഡിൽ അത് കളക്ട് ചെയ്ത് തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നു. അപ്പൊ മോണ്ടിസോറി നോക്കിക്കഴിഞ്ഞപ്പോൾ കുട്ടികൾ ടീച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഈ മെറ്റീരിയൽസും കാര്യങ്ങളും തിരിച്ചു വെക്കുന്നത്, അത് എടുക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ടീച്ചറിനെ ആര് ഫോളോ ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളുടെ ഒരു ശീലമാണ്, നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ പുറകെ ഇങ്ങനെ വരും അല്ലെ, ശ്രദ്ധിച്ചിട്ടില്ലേ? അതേപോലെ ഈ കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു കുട്ടികൾക്ക് തിരിച്ച് റീപ്ലേസ് ചെയ്യാൻ, ഇപ്പൊ മെറ്റീരിയൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ ആർക്ക് തന്നെ കൊടുക്കണം, കുട്ടികൾക്ക് തന്നെ കൊടുക്കണമെന്ന് മോണ്ടിസോറി ഡിസ്കവർ ചെയ്യാണ് ചെയ്തത്. ലവ് ഓഫ് ഓർഡർ. This characteristics of children was detected by chance in early Montessori classes. The teacher dispensed the material at the beginning and collected it back at the end of the class. അപ്പൊ ആദ്യകാലങ്ങളിൽ ആദ്യം ടീച്ചർ എന്ത് ചെയ്യും, ഈ മെറ്റീരിയൽസും കാര്യങ്ങളും ബിഗിനിങ്ങിൽ ഡിസ്പെൻഡ് ചെയ്യും, ലാസ്റ്റ് കളക്ട് ചെയ്യും. അവസാനമാകുമ്പോൾ മെറ്റീരിയൽസും കാര്യങ്ങളും കളക്ട് ചെയ്ത് ഷെൽഫിൽ വെക്കും, ലോക്ക് ചെയ്യുമായിരുന്നു. However, Maria Montessori informed ആണോ, അത് മോന്റെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും എടാ, നോക്കട്ടെ എടാ. ഇല്ല, കുഴപ്പമൊന്നുമില്ല മാം. ആണോ, എല്ലാവർക്കും ഉണ്ടോ? ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് കേൾക്കാം. കുഴപ്പമില്ലല്ലോ. എനിക്ക് ഇടയ്ക്ക് പോകുന്നുണ്ട്, അപ്പൊ എന്റെ കുഴപ്പമായിരിക്കും. ഓക്കെ കേട്ടാ, റേഞ്ചിന്റെ എന്തെങ്കിലും വിഷയമായിരിക്കും എടാ. However, Maria Montessori informed that children were following the teacher and observing her placing the material back on the shelf. അപ്പൊ കുട്ടികൾ ഇത് കാണുന്നുണ്ട്, ടീച്ചറിനെ ഫോളോ ചെയ്തിട്ട് മെറ്റീരിയൽസും കാര്യങ്ങളും തിരിച്ച് ഷെൽഫിൽ റീപ്ലേസ് ചെയ്യുന്നത് ആര് കാണുന്നുണ്ട്, കുട്ടികൾ കാണുന്നുണ്ട്. The event made her understand that the children need to place the material back on their own. അപ്പൊ തിരിച്ച് മെറ്റീരിയൽസ് തിരിച്ചു വെക്കേണ്ടത് ആര് ആണ്, കുട്ടികൾ തന്നെ അത് തിരിച്ചു വെക്കേണ്ടതാണ് എന്ന് മോണ്ടിസോറി മനസ്സിലാക്കാണ് ചെയ്തത്. അപ്പോ ഒരു ഡിസ്കവറി ആയിരുന്ന മെറ്റീരിയൽസും കാര്യങ്ങളും ആദ്യം ടീച്ചേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അത് കളക്ട് ചെയ്ത് തിരിച്ചു വെക്കുന്ന സമയത്ത് ടീച്ചറിനെ ഫോളോ ചെയ്ത് അത് ആര് പോകുന്നുണ്ട്, കുട്ടികൾ പോകുന്നുണ്ടെന്നും കുട്ടികൾ ആ മെറ്റീരിയൽസ് കാര്യങ്ങളും എവിടെയാണ് വെക്കുന്നത് എന്നുള്ളതും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടെന്നും മോണ്ടിസോറിക്ക് മനസ്സിലായി. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഓപ്പൺ ഷെൽഫുകൾ implement ചെയ്തത്. This observation
become one of the many pillars of prepared environment. നമ്മുടെ prepared environment one of the pillar ആണ് നമ്മുടെ ഓപ്പൺ ഷെൽഫുകൾ. നിങ്ങൾ റെക്കോർഡ് എഴുതിയവർക്ക് അറിയാൻ പറ്റും, ഫിഫ്ത്ത് റെക്കോർഡ് എഴുതിയവർക്ക് അറിയാൻ പറ്റും ഷെൽഫിനെ കുറിച്ചിട്ട്. അതിന് കറക്റ്റ് ആയിട്ട് ഷെൽഫ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോ അത്? ആ മാം, ഫിഫ്ത്ത് റെക്കോർഡ് ഇപ്പോ മനസ്സിലായി. ഓക്കെ, ബാക്കിയുള്ളവരോ എഴുതിയില്ലേ ഫിഫ്ത്ത്? റെക്കോർഡും കംപ്ലീറ്റ് ആയി, ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. Again, this discovery happened so unexpectedly. ഈ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്ന ഡിസ്കവറി ഒരു അൺഎക്സ്പെക്ടഡ് സംഭവിച്ച ഒരു കാര്യമാണ്. The teacher of the school had forgot to lock the shelf before going home, arriving late the next morning. അപ്പോ ഷെൽഫ് ലോക്ക് ചെയ്യാൻ മറന്നിട്ട് ടീച്ചർ എന്ത് ചെയ്തു? വീട്ടിൽ പോവുകയും ചെയ്തു. പിറ്റേ ദിവസം വന്നപ്പോൾ ലേറ്റ് ആയിട്ടാണ് വന്നത്. She found that the children had already started to work on materials. അപ്പോൾ ടീച്ചർ വന്ന് നോക്കുമ്പോൾ എന്താണ്, കുട്ടികള് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. The teacher was upset. ടീച്ചർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ചെയ്തു. മോണ്ടിസോറി however saw deeper motives of these children. മോണ്ടിസോറി ആരെയും എന്ത് ചെയ്തില്ല, വഴക്ക് പറയാനോ കുറ്റപ്പെടുത്താനോ പോയില്ല. പക്ഷെ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു ഈ കുട്ടികൾക്ക് ഡീപ്പർ ആയിട്ടുള്ള മോട്ടീവ് ഉണ്ട്, അവർക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. They were in the position to able to select the materials in preference to others. അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് ഈ മെറ്റീരിയൽസും കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ ഓരോ കുട്ടിക്കും അതിന്റെ എബിലിറ്റി ഉണ്ട്, ഏബിൾ ആണ് എന്ന് മനസ്സിലാക്കി. The event become a milestone in Montessori method. ഇത് പിന്നീട് നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാഴികക്കല്ലായിട്ട് മാറി. ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. ഫ്രീഡം ഓഫ് സെലക്ടിങ്, നമ്മൾ മെറ്റീരിയൽസ് ഏത് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം നമ്മുടെ കുട്ടികൾക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദ ഡിസ്കവറി. ഇത് മോണ്ടിസോറി നോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്കവറി തന്നെയാണ്. വിച്ച് ദ ഫസ്റ്റ് ആൻഡ് ദ മെത്തേഡ് ഫോളോ ആഫ്റ്റർ. ഇത് ആദ്യം നമ്മൾ ഡിസ്കവർ ചെയ്തു, അതിനുശേഷം നമ്മുടെ മെത്തേഡ് അത് ഫോളോ ചെയ്തു. ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഡിസ്കവറിക്ക് ശേഷം നമ്മുടെ ഒരു മെത്തേഡ് അതിന് ഫോളോ ചെയ്താണ്. ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടായിരുന്നില്ല. അത് ബൈ ചാൻസ് ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കാനായിട്ട് തുടങ്ങി. ഓക്കെ ആണോ? ഹലോ മാം, ഞാന് പ്രാക്ടീസിന് പോയോർത്ത് ഇങ്ങനെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് പഠിപ്പിച്ചത്. ഓക്കെ, ഓക്കെ, ഒന്ന് റീഡ് ചെയ്യോ? ലവ് ഓഫ് റിപ്പീറ്റേഷൻ, ലവ് ഓഫ് ഓർഡർ ആൻഡ് ഫ്രീഡം ഓഫ് ചോയ്സ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ.
റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയണോ കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ലവ് ഓഫ് റിപ്പീറ്റേഷനെ കുറിച്ചിട്ടായിരുന്നു. നമ്മുടെ മോണ്ടിസോറി കുട്ടികൾക്ക് അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ മെറ്റീരിയൽസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാൻ ഓട്ടോമാറ്റിക് വർക്ക് അവർക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അഗെയിൻ ആൻഡ് അഗെയിൻ സെയിം തിങ്ക് ചെയ്യുമ്പോൾ ഒരുപാടൊരു റിപ്പീറ്റേഷൻ അവർക്ക് ഇഷ്ടപ്പെടും. ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കവർ ചെയ്യുന്ന പോലെ ആയിരിക്കും. വീണ്ടും വീണ്ടും നമ്മൾ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കവർ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ കുട്ടികൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ലവ് ഓഫ് റിപ്പീറ്റേഷൻ. ഒരു കാര്യം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് മോണ്ടിസോറി മെത്തേഡിൽ കാണാനായിട്ട് സാധിക്കും. ലവ് ഓഫ് ഓർഡർ, മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലവ് ഓഫ് ഓർഡർ. ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ്. മെറ്റീരിയൽസും കാര്യങ്ങളും വർക്ക് ചെയ്ത് തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നതും മെറ്റീരിയൽസും കാര്യങ്ങളും റീപ്ലേസ് ചെയ്യുന്നതും ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആര് തന്നെയാണ്? കുട്ടികൾ തന്നെയാണ്. സപ്പോസ് ഒരു കുട്ടി ആദ്യമായിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരാണെങ്കിൽ ചിലപ്പോൾ അവൻ യൂസ് ചെയ്ത മെറ്റീരിയൽസ് അവിടെ ആ ടേബിളിൽ തന്നെ ഉപേക്ഷിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അവൻ റിപ്പീറ്റിൽ അത് കാണും. ബാക്കി കുട്ടികളെല്ലാവരും മെറ്റീരിയൽസും കാര്യങ്ങളും വർക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നത് അവൻ കാണുകയും അവൻ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോ പതിയെ പതിയെ അവനും അത് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ തന്നെ ഒരു മെയിൻ പില്ലർ ആണ് എന്താ ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. നമ്മുടെ കുട്ടികൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് ഏത് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നു. മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ വൺ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫുൾ ഫ്രീഡം എന്ന് പറയുന്നത്. ആ കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ എൻ്റെ ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. അവർക്ക് മെറ്റീരിയൽസും കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ അവരെ തന്നെ, കുട്ടികളെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ഇതും ഒരു അൺഎക്സ്പെക്ടഡ് സംഭവിച്ച ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടാണ് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തത്. ഒരു ദിവസം ടീച്ചർ എന്ത് ചെയ്തു? ഷെൽഫ് ലോക്ക് ചെയ്യാൻ മറന്നുപോയി. ടീച്ചർ പിറ്റേ ദിവസം വന്നപ്പോൾ ലേറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷെ കുട്ടികളെല്ലാവരും കറക്റ്റ് ടൈമിന് വന്നു. കുട്ടികൾ നോക്കുമ്പോൾ ഷെൽഫ് ഓപ്പൺ ആയിട്ട് കിടക്കാണ്. കുട്ടികൾ എന്ത് ചെയ്തു? ഈ മെറ്റീരിയൽസും കാര്യങ്ങളും എടുത്ത് അവർ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ടീച്ചർ വന്നപ്പോൾ കാണുന്നത് കുട്ടികൾ എല്ലാവരും വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ടീച്ചർ ഇത് അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി. പക്ഷെ മോണ്ടിസോറി അതിൽ ആരെയും ഒന്നും പറഞ്ഞില്ല, കുറ്റപ്പെടുത്തിയില്ല. ടീച്ചറെ ഒന്നും പറഞ്ഞില്ല, കുട്ടികളെ ഒന്നും പറഞ്ഞില്ല. മോണ്ടിസോറി അതിൽ നിന്ന് മനസ്സിലാക്കിയത് കുട്ടികൾക്ക് ഡീപ്പർ മോട്ടീവ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു ഫ്രീഡം, ആ മെറ്റീരിയൽസും കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ, അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും സെലക്ട് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കണം എന്നാണ് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തത്. ഈ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ മോണ്ടിസോറിയിൽ നമ്മൾ ഡിസ്കവർ ചെയ്തൊരു മെയിൻ ഇമ്പോർട്ടന്റ് ഡിസ്കവറി ആണ് ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. പിന്നീട് നമ്മുടെ മെത്തേഡ് ഈ ഒരു ഡിസ്കവറിനെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് ആദ്യം എന്താണ് ഡിസ്കവറി, പിന്നെ മെത്തേഡ് അതിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി ഒരു ദിവസം ഇതേപോലെ തന്നെ ഒരു ദിവസം മോണ്ടിസോറിയുടെ ഫ്രണ്ട് കുറച്ച് ടോയ്സ് കൊടുത്തു. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് കൊടുത്തു. മോണ്ടിസോറി എന്ത് ചെയ്തു? ഈ ടോയ്സും കാര്യങ്ങളും എന്ത് ചെയ്തു? മോണ്ടിസോറി ഈ ടോയ്സും കാര്യങ്ങളും കുട്ടികളുടെ മെറ്റീരിയൽസിന്റെ അടുത്ത് തന്നെ കൊടുത്തു. മെറ്റീരിയൽസിന്റെ അടുത്ത് തന്നെ വെച്ചു കേട്ടോ. ടോയ്സും മെറ്റീരിയൽസും അടുത്തടുത്ത് തന്നെ വെച്ചു. പക്ഷെ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തപ്പോ ഈ കുട്ടികള് ഈ ടോയ്സ് സെലക്ട് ചെയ്തില്ല. പകരം അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാൻസി ആയിട്ടുള്ള ടോയ്സ് ആണ്. പക്ഷെ അവര് പകരം എന്താണ് സെലക്ട് ചെയ്തത്? ആ മെറ്റീരിയൽസ് ആണ് അവർ സെലക്ട് ചെയ്തതും അത് റിപ്പീറ്റ്ലി വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. Love of work. Dr. Montessori found that children preferred work to play. മോണ്ടിസോറി കുട്ടികള് പ്ലേ ചെയ്യുന്നതിലും കൂടുതൽ പ്രിഫറൻസ് വർക്കിന് കൊടുക്കുന്നതായിട്ട് മോണ്ടിസോറിക്ക് മനസ്സിലായി. This astonishing revelation came about when Dr. Montessori placed the expensive toys which were given by her friends. ഒരു ദിവസം ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സും കാര്യങ്ങളും എന്ത് ചെയ്തു? മോണ്ടിസോറിയുടെ ഫ്രണ്ട് കൊടുത്തു. ഇൻ ദ റൂം വിത്ത് ദ ചിൽഡ്രൻസ്.
ഈ ടോയ്സ് എന്ത് ചെയ്തു, കുട്ടികളുള്ള റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ അടുത്തൊക്കെ ആയിട്ട് വെച്ചു. ടു സർപ്രൈസ്, മോണ്ടിസോറി എന്ത് വിചാരിച്ചു, കുട്ടികളുടെ മെറ്റീരിയൽസ് എടുക്കില്ല, ടോയ്സ് ആയിരിക്കും എടുക്കാന്ന് വിചാരിച്ചിരിക്കാണ്. പക്ഷേ മോണ്ടിസോറിനെ സർപ്രൈസ് ആക്കിക്കൊണ്ട് ദ ചിൽഡ്രൻസ് വിൽ നോട്ട് സെലക്ട് എനി ഓഫ് ദ ടോയ്സ്. ആ ടോയ്സ് ഒന്നും സെലക്ട് ചെയ്തില്ല. കുട്ടികൾ എന്താ സെലക്ട് ചെയ്തത്, നമ്മുടെ മെറ്റീരിയൽസ് ആണ് സെലക്ട് ചെയ്തത്. They prefer to work with the materials. കുട്ടികൾ കൂടുതലും പ്രിഫറൻസ് അവർ ആ മെറ്റീരിയൽസ് വർക്ക് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പൊ ടോയ്സിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് ഈ മെറ്റീരിയൽസിനോടായിരിക്കും ഇൻട്രസ്റ്റ് കൂടുതലും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മുടെ വീട്ടിലും നിങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, വീട്ടില് കുട്ടികള് ടോയ്സിനേക്കാൾ കൂടുതൽ ഇഷ്ടമായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽസ് അവർക്ക് യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? കൊടുക്കാറില്ല അല്ലെ? എല്ലാവരും ഇതൊന്നും തൊടാൻ പാടില്ല, നമ്മുടെ വൈവയൊക്കെ കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയായിരിക്കും അല്ലെ? ആണോ? ഓക്കെ. കാരണം അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ആ മെറ്റീരിയൽസും കാര്യങ്ങളും കാണുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കാനൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോ ലവ് ഓഫ് വർക്കാണ് കുട്ടികൾക്ക് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം കൂടി വരും. ഇനി നമ്മൾ പറയുന്നത് മോണ്ടിസോറി പ്രൊമോട്ട് ചെയ്യാത്ത രണ്ട് കാര്യങ്ങളാണ്. നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ റിവാർഡ്സും പണിഷ്മെന്റും വേണ്ട. കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് റിവാർഡോ പണിഷ്മെന്റോ കൊടുക്കേണ്ട എന്ന് തന്നെയാണ് മോണ്ടിസോറി ബിലീവ് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു അൺട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചർ ഒരു കുട്ടിയുടെ ഗുഡ് ബിഹേവിയറിന് വേണ്ടിയിട്ട് ഒരു മെഡൽ കൊടുത്തു. നമ്മൾ ബാഡ്സും കാര്യങ്ങളും കൊടുക്കില്ലേ? ഇപ്പോ നമ്മുടെ സാധാരണ ട്രഡീഷണൽ സ്കൂളിലാണെങ്കിൽ ക്ലാസ് ടോപ്പേഴ്സിന് ബാഡ്ജ് കൊടുക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തൊരു റിവാർഡ് പോലെ ഒരു മെഡൽ കൊടുത്തു. പക്ഷെ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മോണ്ടിസോറി ആ കുട്ടിയെ നോക്കിയപ്പോൾ എന്ത് ചെയ്തു, അവൻ ആ മെഡൽ കൂടി മാറ്റി വെച്ചിട്ട് അവൻ അവന്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മോണ്ടിസോറിക്ക് മനസ്സിലായി കുട്ടികൾക്ക് വേണ്ടത് ഇങ്ങനെ റിവാർഡ്സോ പണിഷ്മെന്റോ അല്ല, അവർക്ക് വേണ്ടത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, മെറ്റീരിയൽസും കാര്യങ്ങളും വർക്ക് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ഇതൊരു ഇതായിരുന്നു കുട്ടിയുടെ ഒരു ബിഹേവിയർ തന്നെയാണ്. കുട്ടിക്ക് റിവാർഡിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അവൻ കൊടുത്തത് അവന്റെ വർക്കിങ്ങിനാണ്. മനസ്സിലായോ? നമ്മള് കൂടുതലും എൻഡ് റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുമ്പോൾ കുട്ടികള് വർക്കായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അവർ ആ വർക്ക് ചെയ്യുന്നത് അത്ര എൻജോയ് ചെയ്ത് ഹാപ്പിനെസ്സോട് കൂടി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മള് കുട്ടികളെ ഡ്രോ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പിക്ചർ ഡ്രോ ചെയ്യായിരിക്കും, അവരത് എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. ഓക്കെ. No need for reward and punishment. A boy was rewarded with a medal by a untrained teacher for good behavior. ഒരു ഗുഡ് ബിഹേവിയറിന് വേണ്ടിയിട്ട് അൺട്രെയിൻഡ് ആയിട്ടുള്ള മോണ്ടിസോറി ട്രെയിനിങ് കിട്ടാത്ത ഒരു ടീച്ചർ ഒരു മെഡൽ കൊടുത്തു. A few minutes later, Montessori observed the boy take off his medal. ആ മെഡൽ എടുത്ത് മാറ്റുന്നത് മോണ്ടിസോറിക്ക് കണ്ടു. This struck Montessori, realizing that children showed no need for reward and punishment. കുട്ടികൾക്ക് റിവാർഡും പണിഷ്മെന്റും വേണ്ട. Which intervene with the child choice of activity. അവൻ ആ ഫ്രീഡം ഓഫ് അവന്റെ ആ ഒരു ചോയ്സ് ഓഫ് ആക്ടിവിറ്റീസിൽ നമ്മൾ കുട്ടികൾക്ക് റിവാർഡും പണിഷ്മെന്റും കൊടുക്കണ്ട എന്ന് മോണ്ടിസോറി മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എന്ത് വേണ്ട, റിവാർഡും പണിഷ്മെന്റും വേണ്ട കേട്ടോ. ഓക്കെ. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. 2 പോയിന്റും ലവ് ഓഫ് വർക്കും നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്.
ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം പറഞ്ഞില്ലേ, മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു എല്ലാ കുട്ടികളും സൈലന്റ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാണ് എന്ന്. നിങ്ങൾക്ക് ഫീൽ ചെയ്തു? ആ ഒരു ഇമേജ് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? ആ ഒരു പിക്ചർ കണ്ടപ്പോ തന്നെ എല്ലാ കുട്ടികളും സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? ആരങ്ങനെ പറഞ്ഞത്? ഓക്കെ, ആരായാലും നിങ്ങളുടെ ഒബ്സർവേഷൻ ഗുഡ് ആണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് മനസ്സിലായി ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റില് കുട്ടികള് സൈലന്റ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ മെത്തേഡിന്റെ ഒരു എന്താ പറയാ ഔട്ട്കം ആണ്. എന്താ ഈ സൈലൻസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ മെത്തേഡിന് തന്നെ വൺ ഓഫ് ദ ഔട്ട്കം ആണ് എന്ത് സൈലൻസ് എന്ന് പറയുന്നത്. ഇതും മോണ്ടിസോറി ഡിസ്കവർ ചെയ്തത് ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടാണ്. ഒരു ദിവസം മോണ്ടിസോറി എന്ത് ചെയ്തു, ഒരു 4 months ഓൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിനെയും കൊണ്ട് ക്ലാസ് റൂമിലേക്ക് വന്നു. 4 months ഓൾഡ് എന്ന് പറയുമ്പോൾ തീരെ കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. 4 മാസമൊക്കെ പ്രായമുള്ള കുട്ടികളുള്ള വീട്ടില് ഹോണിംഗ് ബെല്ലില് നമ്മളിങ്ങനെ എന്ത് ചെയ്യും, ഹോണിംഗ് ബെല്ലിൽ അടിക്കാൻ പാടില്ല എന്ന് നമ്മളിങ്ങനെ ഇൻഡ്യൂ ചെയ്യും, അല്ലെങ്കിൽ ഒരു പേപ്പർ ഒട്ടിച്ചു വെക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർ ചെയ്യുന്നതാ, ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പറയുന്നത്. മോളുള്ള സമയത്ത് മോള് കഷ്ടപ്പെട്ടായിരിക്കും ഉറക്കുന്നത്. കഷ്ടപ്പെട്ട് നമ്മൾ ഒത്തിരി ടൈം എടുത്ത് ഉറക്കായിരിക്കും. ഉറക്കി കടത്തി കഴിയുമ്പോ അപ്പൊ തന്നെ ഞാനത് മാറുള്ളൂ. കിച്ചണിലേക്ക് ഒരുപാട് വർക്ക് ഉണ്ടാവും. കിച്ചണിലേക്ക് ഒന്ന് മാറുമ്പോഴേക്കും ആരെങ്കിലും ഫോണിൽ കുട്ടി എഴുന്നേക്കും. എനിക്ക് വരുന്ന ദേഷ്യമല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഫോണിൻ ബെല്ല് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ അതെന്ത് ചെയ്തു, ഇങ്ങനെ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചു. ഫോണിൻ ബെല്ലിന്റെ മേലെയായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചു. അപ്പൊ എന്താണ്, ഭയങ്കര സൈലൻസ് ആയിരിക്കും. ജസ്റ്റ് ഒരു 4 മാസം പ്രായമുള്ള ഒരു കുട്ടി വീട്ടിൽ ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഇണക്കം പോലും ഉണ്ടാവില്ല. ഒരു സ്പൂൺ പോലും നമ്മൾ അറിയാതെ പോലും താഴത്തേക്ക് വീഴില്ല, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താ? കാരണം അവര് എഴുന്നേക്കുമല്ലോ, അവരെ ഡീപ്പ് സ്ലീപ്പിനെ അത് അഫക്ട് ചെയ്യുമോ എന്നുള്ള ഭയമുണ്ടാ. ഇതേപോലെ തന്നെയാണ് മോണ്ടിസോറി എന്ത് ചെയ്തത്, 4 മാസം പ്രായമുള്ള ഒരു ബേബി ഗേളിനെയും കൊണ്ട് ക്ലാസ് റൂമിലേക്ക് വന്നു. എന്നിട്ട് മോണ്ടിസോറി പറഞ്ഞു, കുട്ടിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇവൾ എത്ര ക്വയറ്റ് ആയിട്ടാണ്, എത്ര നിശബ്ദമായിട്ടാണ് അവൾ ബ്രീത്ത് ചെയ്യുന്നത്, എത്ര സൈലന്റ് ആയിട്ടാണ് സ്ലീപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കും ഇതേപോലെ ചെയ്യാൻ പറ്റില്ല എന്ന് മോണ്ടിസോറി പറഞ്ഞു. അപ്പോൾ കുട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും പറ്റൂല, ഇങ്ങനെ ബ്രീത്ത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല, ആ സോഫ്റ്റ് ബ്രീത്ത് എന്നൊക്കെ പറഞ്ഞ് കുറിച്ചിട്ട് പറഞ്ഞു. ആണോ? ഓക്കേടാ. അപ്പൊ ഈ കുട്ടിനോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. മറ്റു കുട്ടികളോട് പറഞ്ഞു, അവർക്കൊരു 3 to 6 years ഏജ് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ മറ്റു കുട്ടികൾ എന്ത് ചെയ്തു, അവർ പെട്ടെന്ന് തന്നെ സൈലന്റ് ആയിട്ടാ. ചിൽഡ്രൻസ് അത് കുട്ടികൾ എന്ത് ചെയ്തു, ഒരു ടാസ്ക് ആയിട്ട് എടുത്തു. കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ സൈലന്റ് ആവാൻ തുടങ്ങി. ഫുൾ സൈലൻസ് ആവാൻ തുടങ്ങി. എന്ന് വെച്ചാല് ആ ഒരു സൈലൻസ് അവരുടെ ഒരു നേച്ചറായിട്ട് മാറാൻ വെച്ചാല് അവർ ബ്രീത്ത് വരെയും അത്ര സൈലന്റ് ആയിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി, ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. മോണ്ടിസോറിക്ക് ജസ്റ്റ് ഒരു 10 കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ക്ലാസ് ഫുള്ളും സൈലന്റ് ആകുന്നത് മോണ്ടിസോറിക്ക് മനസ്സിലായി. കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെല്ലാവരും സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് മോണ്ടിസോറിക്ക് മനസ്സിലായി. വർക്ക് ചെയ്യാണെന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായി. അപ്പൊ മോണ്ടിസോറി ഒരു ദിവസം ഒരു 4 months ഓൾഡ് ആയിട്ടുള്ള ഒരു കുട്ടീനെയും കൊണ്ട് ക്ലാസ് റൂമിലേക്ക് വരും. മറ്റു കുട്ടികളോട് ജസ്റ്റ് പറഞ്ഞു, ഈ കുട്ടിനെ പോലെ ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള, ഈ കുട്ടിനെ പോലെ സൈലന്റ് ആവാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല എന്ന് മറ്റു കുട്ടികളോട് പറയും. ആ കുട്ടികൾ അതൊരു ടാസ്ക് ആയിട്ട് തന്നെ അത് ഏറ്റെടുക്കുകയും അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് ആ ഒരു സൈലൻസ് അത് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ പിന്നീട് നമ്മളുടെ സൈലൻസ് ഗെയിം ഒക്കെ നമ്മളുടെ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഒരു എന്താണ് ഡിസ്കവറി ആയിരുന്നു മോണ്ടിസോറിയുടെ. ഇനി എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാട്ടോ. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ സ്കൂളിനടുത്ത് എന്റെ വീടിന്റെ അടുത്ത് സ്കൂളുണ്ട്. അവിടെ മോണ്ടിസോറി സ്കൂളല്ല ഫോളോ ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. ICSE സിലബസ് ആണ്. മോണ്ടിസോറി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോണ്ടിസോറി ക്ലാസ് റൂം ഉണ്ട് അവർക്ക്.
ഒരു ക്ലാസ് റൂം കേജ് സെഷന് വേണ്ടിയിട്ടാണ് ഒരു ക്ലാസ് റൂം മോണ്ടിസോറി ക്ലാസ് റൂം ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോ ഈ കുട്ടികള് ബാക്കി എല്ലാ ടൈമിലും ഭയങ്കര ചെറിയ കുട്ടികളാണല്ലോ, 3 to 6 years എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികൾ ഇങ്ങനെ വർത്താനം പറയുന്നു, അഥവാ ചെയ്യുന്നു ഇത് ചെയ്യുന്നു, ഇങ്ങനെ ഓടി എടുക്കുന്നു, അങ്ങനെ കുഞ്ഞു കുട്ടികളാണ്. അപ്പൊ ഈ കുട്ടികള് നമ്മൾ നോക്കുകയാണെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ വളരെ സൈലന്റ് ആയിട്ട് വളരെ ക്വയറ്റ് ആയിട്ടായിരിക്കും മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുന്നത്. അവർ മോണ്ടിസോറി ക്ലാസ് റൂമിൽ വന്ന് വർക്ക് ചെയ്യുന്ന സമയത്തായാലും അവർ ഭയങ്കരമായിട്ട് സൈലന്റ് ആയിരിക്കും, പരസ്പരം സംസാരിക്കുന്നില്ല. അവർ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മെറ്റീരിയൽസും കാര്യങ്ങളും സെലക്ട് ചെയ്യുന്നു, അവർ റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്യുന്നു, അടുത്ത മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നു, വീണ്ടും ആ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് അവർ ഈ വർക്ക് ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ടീച്ചേഴ്സിന്റെ ഡൗട്ട്, ഈ കുട്ടികൾ എന്താ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോ ഇത്രയും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്ന്. അപ്പോ എന്താണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഈ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു തുടങ്ങാണ് ഒരു വർക്കിലേക്ക് നല്ല രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സൈലന്റ് ആയി പോകൂലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ വർക്കിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സൈലന്റ് ആവും. അതന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ ആ വർക്കിലേക്ക് ഫുൾ ആയിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൈലന്റ് ആവാണ്. ഇത് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തത് ഈ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ടാണ് മോണ്ടിസോറി ഈ ഒരു ഡിസ്കവറി കണ്ടക്ട് ചെയ്ത്. പിന്നീട് സൈലൻസ് ഗെയിം ഒക്കെ ഉണ്ടല്ലോ, നമ്മള് സൈലൻസ് ഗെയിമിന്റെ ഭാഗമായിട്ട് ഇത്രയും സമയം ആരും മിണ്ടാൻ പാടില്ല എന്നുള്ള രീതിയിൽ സൈലൻസ് ഗെയിം ഒക്കെ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് മാറാണ് ചെയ്തത്. നോക്കാം, ലവേഴ്സ് ഓഫ് സൈലൻസ്. Dr. Montessori recounted an event where she brought a 4-month-old baby girl into her classroom. ഒരു 4 മാസം പ്രായമുള്ള ഒരു ബേബി ഗേളിനെ കൊണ്ട് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വന്നു. മോണ്ടിസോറി വാസ് നോട്ട് സർപ്രൈസ്ഡ് that the little girl was still and quiet and wanted to share the feelings with the children in the class. മോണ്ടിസോറിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ടാണ് എത്ര ക്വയറ്റ് ആയിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ക്വയറ്റും സൈലൻസും കാര്യങ്ങളും കുട്ടികളായിട്ട് മോണ്ടിസോറി ഷെയർ ചെയ്തു. ഷീ ടോൾഡ് ദ ക്ലാസ് ഇൻ ജോക്കിംഗ് മാനർ. തമാശ രീതിയിൽ മോണ്ടിസോറി എന്ത് പറഞ്ഞു, നൺ ഓഫ് യു കുഡ് ഡു സോ വെൽ. ഇവിടെ ഈ കുട്ടി ബ്രീത്ത് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, ഇവര് ചെയ്യുന്ന പോലെ ഇത്രയും സൈലന്റ് ആവാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല. Maria Montessori was taken aback that her children were able to keep silent. അപ്പോൾ മോണ്ടിസോറിക്ക് മനസ്സിലാക്കണമായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കണമായിരുന്നു. മോണ്ടിസോറി വീണ്ടും പറഞ്ഞു, she went further to say how soft her breath is. നമ്മുടെ കുട്ടിയുടെ കുഞ്ഞുവാവയുടെ ബ്രീത്ത് എങ്ങനെയാണ്, വളരെ സോഫ്റ്റ് അല്ലേ. None of you could breathe silently as she. അവള് ബ്രീത്ത് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് മോണ്ടിസോറി പറഞ്ഞു. അപ്പൊ എന്താണ്, ദിസ് ചിൽഡ്രൻസ് ടുക്ക് മരിയ ടു എ ടാസ്ക്. ആർക്കെങ്കിലും പറ്റുമോ എന്നുള്ള രീതിയിൽ മരിയ മോണ്ടിസോറി ഇതൊരു ടാസ്ക് ആയിട്ട് കൊടുത്തു. അറ്റ് ദാറ്റ് മൊമെന്റ് ഹോൾഡ് ദെയർ ബ്രീത്ത്. There was an impressive silence. നെക്സ്റ്റ് സെക്കൻഡ് മുതൽ കുട്ടികൾ എല്ലാവരും അവർ ബ്രീത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി, ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. എത്ര സൈലന്റ് ആക്കാൻ, സൈലന്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നത് പോലും അത് അറിയാത്ത പോലെ അത്ര സൈലന്റ് ആവാനായിട്ട് തുടങ്ങി. It was therefore a real revelation when Montessori discovered that deep down inside children have a great love of silence. ഈ ഒരു ഡിസ്കവറിയിൽ നിന്ന് മോണ്ടിസോറി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികൾക്ക് ഈ സൈലൻസിനോട് ഒരു വളരെയധികം ഇഷ്ടമുണ്ട് എന്ന് മോണ്ടിസോറിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത്രയും നല്ല രീതിയിൽ അവരവരുടെ ബ്രീത്തും കാര്യങ്ങളും ഹോൾഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ആ ഒരു എന്താണ് നല്ല രീതിയിൽ ആ ബ്രീത്തും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ടുഡേ the silence game has become a part of Montessori classroom. പിന്നീട് മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ ഒരു ഭാഗമായിട്ട് ഈ സൈലൻസ് ഗെയിം മാറാണ് ചെയ്തത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യാവോ?
എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ. അപ്പോ നമ്മളിന്ന് പറഞ്ഞത് മോണ്ടിസോറി ഡിസ്കവറീസ് ആണ്. കുറച്ച് മോണ്ടിസോറി ഡിസ്കവറീസ് കാസ ഡി ബാബിനിയിലെ മോണ്ടിസോറി ഡിസ്കവർ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ വൺ ഓഫ് ദ മെന്റൽ കോൺസെൻട്രേഷൻ, ലവ് ഓഫ് റിപ്പീറ്റേഷൻ, ലവ് ഓഫ് ഓർഡർ, ഫ്രീഡം ഓഫ് ചോയ്സ്, ലവ് ഓഫ് വർക്ക്, നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ലവേഴ്സ് ഓഫ് സൈലൻസ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ ഇങ്ങനെയായിരിക്കും അവർക്ക് ഈ മോണ്ടിസോറി എൻവയോൺമെന്റിനോട് അല്ലെങ്കിൽ മോണ്ടിസോറിയില് നമ്മുടെ ക്ലാസ് റൂമിൽ വളരെ സൈലന്റ് ആയിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? പറഞ്ഞോ, മനസ്സിലായി. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് പറഞ്ഞോ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറയാം. ഓക്കെ, സൈൻ ഔട്ട് പറഞ്ഞോ കേട്ടോ. ഹലോ മാം, ഒരു ഡൗട്ട് ഉണ്ട്. അത് പറഞ്ഞോ. നമ്മ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ ഇങ്ങനെ ഏപ്പാനുണ്ടോ? എന്താണ്? കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നേ ഏപ്പാനുണ്ടോ? ഷിജിനാസ് പറയുന്നത് മനസ്സിലാവുന്നില്ലാടാ. നമ്മേ കുട്ടികൾക്ക് ക്ലാസ് എടുത്തോടില്ല, അതുപോലെ പഠിപ്പിച്ചു കൊടുക്കൂലേ? അപ്പൊ ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടേ, അപ്പൊ അതിന് പറ്റിയ ആപ്പ് ഉണ്ടോന്ന് വെച്ചാ. എപ്പോഴാണ് പോണ്ടേന്നോ? ആപ്പ് ഉണ്ടോ? ആപ്പ് ആപ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഷിജിനാസ് ജിഷാമിസിനോട് നേരിട്ട് ചോദിച്ചു കേട്ടോ. ഓക്കെ. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ വല്ല ആപ്പ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്. ഓക്കെ, മോന് പഠിക്കാൻ വേണ്ടിട്ട് വേറെ ഏതെങ്കിലും ആപ്പ് നോക്കി പഠിക്കാൻ വേണ്ടിട്ടാണോ? പഠിപ്പിച്ചു കൊടുക്കാം ആൺകുട്ടികൾക്ക്. യൂട്യൂബിലൊക്കെ നോക്കി പറയാൻ പറ്റും. നമ്മളുടേതായ രീതിയിൽ നമ്മളത് പ്രിപ്പയർ ചെയ്യണം. എന്നുവെച്ചാൽ ഓരോ സ്കൂളിലും ഓരോ മെത്തേഡ് ആയിരിക്കും വരുന്നത്. നമ്മള് ഈ ഒരു മെത്തേഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ കേട്ടോ. ഷിജിനാസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജിഷാംസിനോട് ചോദിച്ചോ, നീ ക്ലാരിഫൈ ചെയ്തോ കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. സൈൻ ഔട്ട് പറഞ്ഞോ കേട്ടോ. സൈൻ ഔട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. കേൾക്കാൻ പറ്റുന്നുണ്ടോ മാം? ഓക്കെ, പറഞ്ഞോ കേട്ടോ. അല്ലിയാമ്പൽ കടവീരം വരയ്ക്കും വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വണ്ണം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, അല്ലിയാമ്പൽ കടവീരം വരയ്ക്കൂ വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വള്ളം. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്.